Hi dears, today's our topic is about class Amphibia. You know, it's a Gnathostomata വരുന്ന ഒരു ഡിവിഷനാണ് ടെട്രാപോഡ. That is superclass tetrapoda. Amphibia is a group under tetrapoda. Tetrapoda means two pairs of legs present. Tetrapoda having paired limbs are the locomotory organs. അപ്പോൾ paired limbs കണ്ടോ, രണ്ട് ലിംസ്, ഫോർ ലിംസ്, ഹൈൻഡ് ലിംസ്, അങ്ങനെ ഫോർ ലെഗ്സും ഹൈൻഡ് ലെഗ്സും കാണുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ക്ലാസ് ആംഫീബിയ. ഓക്കെ, എത്ര ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട് അല്ലേ ക്ലാസ് ആംഫീബിയ. ഇതിലെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് that in them moist skin present. Moist skin, skin without scales. നമ്മൾ ഫിഷസിൽ പറഞ്ഞത് ദ സ്കിൻ ഈസ് കവേർഡ് വിത്ത് സ്കെയിൽസ് എന്നാണ്. ഇവിടെ വന്നപ്പോൾ അതിന്റെ സ്കിൻ വളരെ മോയിസ്റ്റ് ആണ് ആൻഡ് വിത്തൗട്ട് സ്കെയിൽസ്. ആംഫീബിയ രണ്ട് ജീവിതമുള്ള ആൾക്കാരാണ്. എന്തൊക്കെ രണ്ട് ജീവിതം? ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ആൻഡ് ടു പെയേഴ്സ് ഓഫ് ലിംസ് പ്രസന്റ്. നമ്മൾ ഈ ആംഫീബിയനെ വളരെ ഓർക്കേണ്ട ഒന്ന് എന്താന്ന് വെച്ചാൽ, ഇത് രണ്ട് ടൈപ്പ് ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നതാണ്, ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. അതുകൊണ്ട് അതിനെ ഡബിൾ ലൈഫ് ജീവിക്കുന്നു എന്ന് പറയും. ലിവിങ് എ ഡബിൾ ലൈഫ്, ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ആൻഡ് വിച്ച് ആർ ദ അഡാപ്റ്റേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഏത് ഈ ഒരു സെക്ഷൻ പഠിക്കുമ്പോഴും നമ്മൾ വിച്ച് ആർ ദ മോഡ് ഓഫ് അഡാപ്റ്റേഷൻസ് പഠിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആംഫീബിയൻ മോഡ് ഓഫ് അഡാപ്റ്റേഷൻസ് ആണ്. Which are the amphibian mode of adaptation? They are how they are adapted to live in water as well as how they are live on land. That streamlined body present. എങ്ങനെ ഇവരുടെ ഈ ഇരിപ്പ് മാറ്റിയിട്ട് അവര് വെള്ളത്തിലേക്ക് നീന്താൻ തുടങ്ങുമ്പോൾ അവരുടെ ശരീരം സ്ട്രീം ലൈൻഡ് ആവും, ബോഡിയായി മാറും. അതായത് ഇതിനൊരു ട്രയാങ്കുലർ ഫ്ലാറ്റ് ഹെഡാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ അതിന് ഇവിടെ ഒരു ടേപ്പറിങ് എൻഡ് വരും. ഓക്കെ, പിന്നെ അതിന് നെക്ക് ഈസ് ആബ്സെന്റ്. Body is divided into head and trunk. രണ്ട് ഡിവിഷനേ ഉള്ളൂ. Body is divided into head and trunk. Neck is absent. And in some form tail is present. Okay. ഇനി കരയിലാണെങ്കിൽ ഇത് ചാടി ചാടി നടക്കണ്ടേ, അപ്പൊ അതിനെന്ത് ഹെൽപ്പ് ചെയ്യും? That in them powerful legs present. Hind legs are powerful and long one and help for jumping long distance, and webbed feet is present for swimming. അപ്പൊ കരയിലാണെങ്കിൽ ഈ കാല് വെച്ചത് ചാടാനും പറ്റും, അതുപോലെ വെള്ളത്തിലാണെങ്കിൽ വെബ്ഡ് ഫീറ്റ് വെച്ച് നീന്താനും പറ്റും. Then moist skin without scale help for gas exchange. അപ്പോൾ അതിന്റെ സ്കിൻ ആക്ട് ആസ് ദ റെസ്പിറേറ്ററി ഓർഗൻ. അതിന് പുറമെ ഇറ്റ് ഹാസ് ലങ്സ് റെസ്പിറേറ്ററി ഓർഗൻ, ഗിൽസ് റെസ്പിറേറ്ററി ഓർഗൻ, LUNGS. Lungs help them to breathe air, and gills also respiratory organ in certain forms. And in some forms, the buccal cavity also act as the help in respiration. എങ്ങനെയാ buccal cavity help for respiration? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന്റെ buccal cavity it can accommodate air. വായ തുറന്നിട്ട് വായു air filled in the buccal cavity. Then it swallow the air into the lungs. It pushed the air into the lungs. അങ്ങനെ ഈ വായല് വായു എയർ എടുത്തിട്ട് പിന്നെ അത് ശരിക്കും ഭക്ഷണം കഴിക്കുന്ന പോലെ ഇതങ്ങോട്ട് അമർത്തുമ്പോൾ ആ വായയുടെ ഉള്ളിൽ ബക്കൽ ക്യാവിറ്റിയിൽ സ്റ്റോർ ചെയ്ത എയർ ഫോഴ്സ്ഡ് ഇൻ ടു ദ ലങ്സ്. അങ്ങനെയാണ് അത് ലങ്സിലേക്ക് എയറിനെ കയറ്റിവിടുന്നത്. അപ്പോൾ ബക്കൽ ക്യാവിറ്റിയും ഓൾസോ ഹെൽപ്പ് ഫോർ റെസ്പിറേഷൻ. ദെൻ ഇതിന്റെ കണ്ണ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഐലിഡ്. ഐലിഡ്സ് ആർ പ്രസന്റ് പ്രൊട്ടക്ടിങ് ദ ഐ. കാരണം വെള്ളത്തിൻ്റെ ഉള്ളിൽ അഴുക്കും അതൊക്കെ ആവാതിരിക്കാനായിട്ട് അതിന് ഐലിഡ്സ് ഉണ്ടെന്ന് മാത്രമല്ല, ഒരു തേർഡ് ഐലിഡ് ഈസ് പ്രസന്റ്. ഫിഷസിനും കാണും. ദാറ്റ് ഈസ് നിക്റ്റിറ്റേറ്റിംഗ് മെമ്പറൈൻ എന്നാണ് ആ കവറിങ്ങിന് പറയുക. ഇറ്റ് ഈസ് പ്രസന്റ്. ഓക്കെ, അപ്പോൾ ഇത്തരം കുറെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. വിച്ച് ആർ ദ ആംഫീബിയസ് മോഡ് ഓഫ് അഡാപ്റ്റേഷൻ. അപ്പൊ നമ്മൾ പറയണം ഏതൊക്കെ അഡാപ്റ്റേഷൻ ആണ് ലിവ് ഓൺ ലാൻഡ്, ഏതൊക്കെ അഡാപ്റ്റേഷൻ ആണ്
live in water. അങ്ങനെ കൂടെ അതിനെ ഓർത്ത് പഠിക്കുക. ദെൻ ആംഫീബിയ, വീണ്ടും നമുക്ക് കുറച്ച് പോയിന്റ്സ് കൂടി കോമൺ ആയിട്ടുള്ള വേറെ പോയിന്റ്സ് പറഞ്ഞ റെസ്പിറേറ്ററി ഓർഗൻ നമ്മൾ 3 ടൈപ്പ് റെസ്പിറേറ്ററി ഓർഗൻ പറഞ്ഞു, വിച്ച് ആർ ദി ബക്കൽ കാവിറ്റി, സോറി, ലങ്സ് ആൻഡ് സ്കിൻ and gills are the respiratory organ. Buccal cavity help for respiration. Okay. Then heart is 3 chambered. നമ്മൾ ഫിഷസിൽ 2 chambered ആണ് പറഞ്ഞത്. നോക്കൂ, സ്ലോലി എവല്യൂഷൻ അല്ലെ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വരുന്നത് നമുക്ക് കാണാം ജീവലോകത്ത്. ദാറ്റ് ഈസ് heart is 3 chambered, 2 auricle and 1 ventricle. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ 2 auricle, to the 2 auricles oxygenated and deoxygenated blood reaches and they together enter into the ventricle. From ventricle mixed blood is pumped to all over body. Mixed blood is pumped to all over body. Okay. Then tympanum represents the ear. നമുക്ക് ഫിഷിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇയറിന്റെ റെപ്രസെന്റേഷൻ കണ്ടില്ല. അതിന്റെ ഒരു പർട്ടിക്കുലർ റീജിയനിൽ അതിന് ഇയർ ആ ഒരു സംഭവം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിംപാനും അത് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. എക്സ്റ്റേണൽ ഇയർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമില്ല, പക്ഷെ എക്സ്റ്റേണൽ ഇയറിന്റെ ഒരു പോർഷൻ അല്ലേ ടിംപാനം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ദ ലാസ്റ്റ് പോർഷൻ ഓഫ് എക്സ്റ്റേണൽ ഇയർ ഈസ് ടിംപാനം. ആ ടിംപാനം ഇവർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Then cloaca present. What is cloaca? It is a common chamber for alimentary canal, urinary tract and reproductive tract. അപ്പോൾ കുറേ പാർട്സ് വന്ന് തുറക്കുന്ന ഒരു വലിയ ചേംബർ ആണ് ക്ലോയാക്ക. ഇറ്റ് ഓപ്പൺസ് ഔട്ട് ത്രൂ ആനസ്. അത് ചിലപ്പോൾ ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ, വാട്ട് ഈസ് ക്ലോയാക്ക. ദെൻ പോയ്ക്കിലോതേർമിക്, ഇവരും പോയ്ക്കിലോതേർമസ് ആനിമൽസ് ആണ്, കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. കാരണം they cannot maintain a constant body temperature. അപ്പോൾ ഫ്ലക്ച്വേഷൻസ് വരും എക്സ്റ്റേണൽ ടെമ്പറേച്ചറിന് അനുസരിച്ച്. ഇവർക്ക് ടെമ്പറേച്ചർ, അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇവർ കാണിക്കുന്നു, ഇവർക്ക് ഒരു ഇത്തിരി കൂടി മെക്കാനിസം കൂടിയിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ദേ ഡു സർട്ടൻ ഹൈബർനേഷൻ ആൻഡ് എസ്റ്റുവേഷൻ. പഠിച്ചിട്ടില്ലേ അങ്ങനെ നിങ്ങൾ? വേറെ ഏതെങ്കിലും ഇപ്പം നല്ല വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ചെടിച്ചട്ടിയുടെ അടിയിലൊക്കെ പോയിരിക്കുക. അപ്പോൾ അവരൊരു എസ്റ്റിവേഷൻ എന്നൊരു കണ്ടീഷനിൽ ഡോർമെന്റ് സ്റ്റേജിൽ ജീവിക്കും. അപ്പൊ കുറെ അധികം വർക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് അവർക്ക് ഈ എനർജി ആവശ്യം വരുന്നില്ല. അങ്ങനെ അവര് ജീവൻ നിലനിർത്താൻ നോക്കും അല്ലെ. ജീവൻ നിലനിർത്താനായിട്ട് അനങ്ങാണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഇങ്ങനെ ഹൈബർനേഷൻ ഓർ എസ്റ്റിവേഷൻ എന്ന കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞത്. നമ്മളിപ്പോ കോവിഡിന്റെ കാലത്ത് നമ്മൾ ലോക്ക്ഡൌണിലൊക്കെ ഇരുന്നില്ലേ അങ്ങനെ. Then cold blooded animals ആണ് ഇവര് കേട്ടോ. ദാറ്റ് ഈസ് പോയ്ക്കിലോതേർമസ് ഓർ കോൾഡ് ബ്ലഡഡ്. അപ്പൊ എന്താണ് അത് നന്നായി മനസ്സിലായല്ലോ. ദെൻ സെക്സസ് പറഞ്ഞ സെക്സസ് ആർ സെപ്പറേറ്റ്. അപ്പൊ സെക്ഷൽ ഡൈമോർഫിസം പ്രസന്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറൻസ് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ മെയിൽ ഫ്രോഗിനെ എങ്ങനെ തിരിച്ചറിയാന്നൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ബോത്ത് എഗ്സ് ആൻഡ് സ്പേംസ് ആർ റിലീസ്ഡ് ഇൻ ടു വാട്ടർ സൈമൾട്ടേനിയസ്ലി. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. അപ്പൊ എന്ത് ടൈപ്പ് ഫെർട്ടിലൈസേഷൻ ആണ്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ പ്രസന്റ്. കാരണം ഈ 2 പേരും സ്പേമും ഓവും ഒക്കെ ഒരേ സമയത്ത് റിലീസ്ഡ് ഇൻ ടു വാട്ടർ. Then fertilization takes place inside in water. Then external fertilization, that is known as external fertilization, and that eggs are hatched into larva. Okay, that larva slowly metamorphosed into adult. What is the larva called? Tadpole larva. Then which type development is present? Indirect development. ഇനി നമ്മൾ ഈ ആംഫീബിയ ക്ലാസ്സിൽ വരുന്ന ജീവികളെ എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം? ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല ഡിവിഷൻ, എങ്കിലും പഠിക്കാൻ എളുപ്പത്തിന് നമുക്കൊരു 3 ഹെഡിങ്ങിൽ നോക്കാം. ദാറ്റ് ദേ ആർ ടെയിൽലെസ് ആംഫീബിയൻ. അതാണല്ലോ പൊതുവെ നമ്മൾ ആംഫീബിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആളെയാണ് ഓർക്കുക. ആരത്? ഫ്രോഗ്സ്. അപ്പൊ ഫ്രോഗിനെ നമ്മൾ പറയും ടെയിൽലെസ് എന്ന് പറയും അല്ലെ. അതിന്റെ അഡൽറ്റിൽ ടെയിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ ടെയിൽലെസ് ആംഫീബിയൻസ് എന്ന് പറയും. അതിൽ വരുന്ന വേറൊരാളാണ് ടോഡ്. ഈ 3 ആണ് ഫ്രോഗ്സ് ആൻഡ് ടോഡ്സ് എന്നാണ് ടെയിൽലെസ് ആംഫീബിയനെ പൊതുവെ പറയാം. ഇനി വേറൊരു കൂട്ടര് ടെയിൽഡ് ആംഫീബിയൻ ആണ്. നോക്കൂ, ഇതിനെ കണ്ടാൽ നമ്മൾ വേറെ അല്ലെ, വേറൊരു ടൈപ്പ് ജീവിനെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക. അപ്പൊ പക്ഷെ ഇവിടെ നോക്കൂ, ഇത് ലിസാർഡിന്റെയും ഫ്രോഗിന്റെയും ഒരു ക്രോസ് പോലെ ഇരിക്കുന്നില്ലേ ഇതിനെ കണ്ടാൽ. ദാറ്റ് ഈസ് ഇതിന്റെ സ്കിൻ വളരെ സ്മൂത്ത് ആണ്, സ്ലൈമി ആണ്,
വിത്തൗട്ട് സ്കെയിൽസ് ആണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താ പറയാ, ഇറ്റ് ഈസ് എ ആംഫീബിയൻ, ടെയിൽഡ് ആംഫീബിയൻ. ഓക്കെ, ടെയിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ടെയിൽഡ് ആംഫീബിയൻ. ദെൻ ഇത് നോക്കൂ, ഇതിനെ കണ്ട എന്താ പറയാ, ദേ ആർ ലിംബ്ലെസ് ആംഫീബിയൻ, ലിംബ്ലെസ് ആംഫീബിയൻ കേട്ടാ. ഇതിന്റെ കാലുകൾ ഇല്ല, ഇതിന് ലിംസേ ഇല്ല. നമ്മൾ ലിംബ്ലെസ് എന്ന് പറഞ്ഞ ഉടനെ മനസ്സിൽ നമ്മൾ സ്നേക്കിനെയാണ് ഓർക്കുക. പക്ഷേ ഇവിടെ കൂടെ തന്ന ആ റിലേറ്റഡ് ടേം കൂടി ഓർക്കണം, ലിംബ്ലെസ് ആംഫീബിയൻ. ഇത് ഒരു ആംഫീബിയൻ ആണ്. അതിന്റെ ഹെഡ് റീജിയൻ നോക്കിയാൽ നമുക്ക് കാണാം ഇത് എർത്ത് അല്ല എന്ന്. എർത്ത് ആണോ എന്ന് പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം. അപ്പൊ നമ്മൾ ഇതിന് കൂടുതൽ പഠിക്കാം. limbless amphibian. But 3 groups: tailless amphibian, tailed amphibian, limbless amphibian. That is ichthyophis. Now, ഒരു എക്സാമ്പിൾ ആയിട്ട് ഇത്തിരി കൂടെ ഒന്ന് നമുക്കൊന്ന് ഓർക്കാം. ബുഫോ ഓർ ടോഡ്. ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഒരു ടേം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇതിന്റെ പിക്ചറും നമ്മൾ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സും ഒന്ന് ഓർത്ത് വെച്ചാൽ നമ്മളൊന്ന് ഈ പഠിക്കുമ്പോൾ ഒന്ന് ഓർത്ത് വെക്കാലോ. ആനിമൽ കിങ്ഡം പഠിക്കല്ലേ നിങ്ങൾ. ബുഫോ ഓർ ടോഡ്, ഇവരുടെ പ്രത്യേകത ഇതിന്റെ മേലും മുഴുക്കം നോക്കി നോക്കിയേ, എന്തൊക്കെയോ ഇങ്ങനെ അരിമ്പാറ പോലെയോ അല്ലെ, അങ്ങനെ എന്തോ പോലെ ഇരിക്കുന്ന പോലെ തോന്നണില്ലേ. ദാറ്റ് ഈസ് ബംസ് ലൈക്ക് വാട്ടി ഗ്ലാൻഡ്സ് പ്രസന്റ്. ദേ ആർ ഗ്ലാൻഡ്സ്. കാണുമ്പോ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കണമെന്നേ ഉള്ളൂ. ദേ ലുക്സ് ലൈക്ക് ഡ്രൈഡ് സ്കിൻ അല്ലെ, പക്ഷേ ദേ ആർ വാട്ടി ഗ്ലാൻഡ്സ് ആൻഡ് പോയിസണസ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് പോയിസൺ പുറത്തേക്ക് വരും ചിലപ്പോ വെൻ ഇറിറ്റേറ്റഡ്. അപ്പൊ സൂക്ഷിച്ചോളൂ കേട്ടോ. ഇതിനെ വേറൊരു പേര് മലയാളത്തിൽ എന്താ പറയാ, ചൊറിത്തവള എന്നാ പറയാ. ദെൻ റാണ, റാണ ഹെക്സാഡാക്ടൈല, പൂൾ ഫ്രോഗ് എന്ന് പറയും. ഏറ്റവും വലിയ ഫ്രോഗ്സ് ആണ് ഇവര്. ഇവര് ഇതാ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഈ പിക്ചർ തന്നിട്ട് ഐഡന്റിഫിക്കേഷൻ ചോദിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഓർത്തു വെക്കണം കേട്ടോ. ഒരിക്കലോതെർമിക് കണ്ടീഷൻ കാണിക്കാൻ ഇവർ എന്തൊക്കെ ചെയ്യും, ഹൈബർനേഷൻ ആൻഡ് എസ്റ്റിവേഷൻ മാറി മാറി വിന്റർ സ്ലീപ്പും സമ്മർ സ്ലീപ്പും നടത്തിക്കൊണ്ടിരിക്കും. അപ്പോ പിന്നെ ഇതിന്റെ ഏറ്റവും എക്സാമിന് പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്ന ഒരു പോയിന്റ് മിക്കതും അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. എന്ത് എക്കണോമിക് ഇമ്പോർട്ടൻസ്? എഡിബിൾ. ഇപ്പോ അത് ബാൻ ചെയ്തിരിക്കുകയാണ്, അതിനെ പിടിച്ച് തിന്നാനൊന്നും പറ്റില്ല. എങ്കിലും നമുക്ക് എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എഡിബിൾ എന്നൊക്കെ എഴുതാം. പെസ്റ്റ് കൺട്രോളർ, അതൊരു ഉഗ്രൻ പോയിന്റ് ആണ്. അപ്പൊ നമ്മുടെ പാഡി ഫീൽഡ്സിലൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെസ്റ്റ് കൺട്രോൾ ആണ് ഫ്രോഗ്സ്. ആൻഡ് യൂസ്ഡ് ഇൻ ലാബ്സ്. നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഏതൊരു സ്പെസിമെൻ കിട്ടിയാലും ഒന്നും കിട്ടണില്ല എഴുതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഡ് ഇൻ ലാബ്സ് എന്ന് എഴുതി വെച്ചോട്ടാ അല്ലെ. ദെൻ ഹൈല ഓർ ട്രീ ഫ്രോഗ്. ഹൈല ഓർ ട്രീ ഫ്രോഗ് കണ്ടില്ലേ, മരത്തുമ്മിലൊക്കെ കയറിയിരിക്കുന്ന. അതിന് ഇവർക്ക് സ്പെഷ്യൽ ആയിട്ട് ടോഡ് പാഡ്സ് ഉണ്ട്. ഇതിന്റെ ഫിംഗേഴ്സിന്റെ അറ്റത്ത് ആ ടോഡ് പാഡായിട്ട് മാറിയിരിക്കും. അപ്പൊ എവിടെയെങ്കിലും പറ്റിയിരിക്കാൻ, സക്കേഴ്സ് പോലെ പറ്റിയിരിക്കാൻ അതിന് സാധിക്കും. അപ്പൊ അതിന് ക്ലൈംബ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ മരത്തിലൊക്കെ കാണുന്ന ഫ്രോഗാണ് ഹൈല ട്രീ ഫ്രോഗ്. ഇത് നമ്മൾ നേരത്തെ കണ്ടു സാലമാൻഡർ. ഇതൊരു ആംഫീബിയൻ ആണെന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ സ്കിൻ വളരെ മോയിസ്റ്റ് ആണ്, ലോങ് ടെയിൽ ഉണ്ട്. ഓക്കെ, സാലമാൻഡർ. Then ichthyophis, നമ്മൾ പറഞ്ഞില്ലേ ഇക്തിയോഫിസ് എന്ന്. ഇക്തിയോഫിസ് ഈസ് എ ലിംബ്ലെസ് ആംഫീബിയൻ. കണ്ട, ഇതിനൊരു ഭയങ്കര പ്രത്യേകത. ഇതിനെ കണ്ട എർത്തുവേം പോലെ തോന്നും. എർത്തുവേമിനെ അത് പക്ഷെ തിന്നാം. ഓക്കെ, ഇതിന്റെ ഒരു ഹെഡ് റീജിയൻ നോക്കിയാൽ തന്നെ കാണാം അത് എർത്തുവേം അല്ലാന്ന്. പിന്നെ നമുക്ക് സംശയം തോന്നുക ഇതൊരു സ്നേക്ക് ആണോ എന്നാണ്. ചില ആളുകൾ ഇത് ഇത്തിരി ഒരു 30 സെന്റിമീറ്റർ ഒക്കെ വരണതല്ലേ, അപ്പൊ ഇതിന് പിന്നെ നല്ല ഗ്ലേസിങ് ആണിത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മണ്ണിലൊക്കെ ഇതിനെങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ പാമ്പാന്ന് വിചാരിക്കും. നോക്കുമ്പോഴേക്കും പോകും. അപ്പൊ ആൾക്കാർ പറയും ഇങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സ്നേക്ക് ആണ് വന്നത് എന്നൊക്കെ പെട്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം. അപ്പം they lay eggs in nest and incubate. ഇക്തിയോഫിസ് limbless amphibian. നമ്മളൊക്കെ നനഞ്ഞ പറമ്പുകളിൽ കളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ കാണാനൊക്കെ സാധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രോഗ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അല്ലെങ്കിൽ ആംഫീബിയൻസ്, അവര് പ്ലേ എ കീ റോൾ ഇൻ എക്കോസിസ്റ്റം. എന്താണ് അവരുടെ കീ റോൾ ഇൻ എക്കോസിസ്റ്റം? ദേ ആർ ആക്ട് ആസ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഇൻ മെനി ഓഫ് ദ ഫുഡ് ചെയിൻസ്. മിക്ക ഫുഡ് ചെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കാരണം ദേ ആക്ട് ആസ് സെയിം ടൈം പ്രേ, സെയിം ടൈം പ്രിഡേറ്റേഴ്സ് അല്ലെ. ധാരാളം ഇൻസെക്ട്സിനെ അകത്താക്കും, അതേപോലെ തന്നെ ചിലപ്പോ വേറെ ബേർഡ്സിന്റെയോ
സ്നേക്സിന്റെയും ഒക്കെ ആൾക്കാരായി മാറും. അപ്പോൾ പ്രേ ആൻഡ് പ്രിഡേറ്റർ അറ്റ് ദ സെയിം ടൈം. പക്ഷെ ഇവരെ ഇന്നത്തെ കാലത്ത് ഒരു വലിയ സ്റ്റഡീസ് നടത്തിയിട്ട് പറയുന്നത് ദേ ആർ ഗുഡ് ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്നാണ്. ഗുഡ് ഇൻഡിക്കേറ്റർ സ്പീഷീസ്. ഓക്കെ, കാരണം എന്താ, ദേ ലിവ് ഇൻ ടു എൻവയൺമെന്റ് ആൻഡ് ദേ ഹാവ് തിൻ സ്കിൻ. ത്രൂ ദ തിൻ സ്കിൻ ദേ ക്യാൻ അബ്സോർബ് കെമിക്കൽസ്, റേഡിയേഷൻസ്, അങ്ങനെ എന്തും ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന എനി ചേഞ്ചസ് ഡയറക്ട്ലി ഇഫക്ട് ദയർ സ്കിൻ ഓർ ദ ആംഫിബിയൻസ്. അപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ച് എൻവയൺമെന്റിൽ ഉണ്ടെങ്കിൽ അതിന്റെ പെട്ടെന്നൊരു റിഫ്ലക്റ്റ് വരുന്നത് ആംഫിബിയൻസിലാണ്. അപ്പൊ ആംഫിബിയൻസിന്റെ ഒരു ഷോർട്ടേജ് എക്കോസിസ്റ്റത്തിൽ കണ്ടാൽ അതിന്റെ അടുത്ത അർത്ഥം എന്താ, ആ എക്കോസിസ്റ്റം എൻഡേഞ്ചേർഡ് ആയി എന്നർത്ഥം, ക്രിട്ടിക്കൽ സ്റ്റേജിലാവണു എന്നാണ്. താങ്ക് യു ചിൽഡ്രൻ.